ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളി റോസ്റ്റാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെ ആണെങ്കിലും പൊറോട്ട, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഉള്ളി റോസ്റ്റാണ്. സാധാരണ നമ്മൾ പാനിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കാറുണ്ട്. പിന്നെ അതുമാത്രമല്ല ഗ്യാസിനൊക്കെ നല്ല ചിലവ് വരാറുണ്ടല്ലോ. ഇത് നമ്മൾ പ്രഷർ കുക്കറിലാണ് ചെയ്യുന്നത്. കുറഞ്ഞ ചിലവിൽ വെറും 5 മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്, കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റും, പിന്നെ ഒരുപാട് സമയവും വേണ്ട. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ചുവന്ന കളറിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ വേണ്ടി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ തന്നെ സെലക്ട് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റോസ്റ്റ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു ഉള്ളി റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പ്രഷർ കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എപ്പോഴും നമ്മൾ ഇതുപോലുള്ള റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ എടുക്കുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. അപ്പോൾ ഇതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മീഡിയം സൈസിലുള്ള 5 സവാള എടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതൽ റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് പ്രഷർ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ എണ്ണയിലൊന്ന് എല്ലാ ഭാഗത്തും അതിൻ്റെ ആ ഒരു പച്ചമണം പോകാൻ വേണ്ടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമുക്കറിയാമല്ലോ സവാള ചേർക്കുമ്പോൾ അപ്പോൾ തന്നെ ഉപ്പ് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് തക്കാളി പച്ചമുളകുമാണ്. ഞാനിവിടെ 3 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല ചുവന്ന നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കുക. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ എണ്ണ ഈ വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് പ്രഷർ കുക്കർ മൂടി വെച്ച് 2 വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇതുപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. വെരി ലോ ഫ്ലെയിമിലും അല്ല, എന്നാൽ നല്ല തീ കൂട്ടിയിട്ടും അല്ല. മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ടിട്ട് ഇതൊരു 2 മിനിറ്റ് നേരം നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കാരണം ഇതിപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് മസാലയൊക്കെ ചേർക്കുകയാണെങ്കിൽ സവാള വെന്ത ടേസ്റ്റാണ് നമുക്ക് കിട്ടുക. വഴറ്റിയെടുത്ത ആ ഒരു ടേസ്റ്റ് കിട്ടൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നോക്കൂ, ഇതിപ്പോൾ നല്ലതുപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. നല്ല പേസ്റ്റ് അല്ല കേട്ടോ, ഒന്ന് ചതച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇത് കുറച്ച് കൂടുതലുണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഞാനിവിടെ 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ പൊടികളുടെ പച്ചമണം പോകാൻ വേണ്ടിയിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നോക്കൂ, നമ്മുടെ ഉള്ളി റോസ്റ്റ് ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നന്നായി വഴന്നു വന്നിട്ടുണ്ട്. മസാലയുടെ പച്ചക്കുത്തൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്തിളക്കി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഉള്ളി റോസ്റ്റ് ഇവിടെ റെഡി. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഷുവറാണ്. ചപ്പാത്തി, പൊറോട്ട, ചോറ് എന്തിൻ്റെ കൂടെ ആണെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റോസ്റ്റാണ് കേട്ടോ. ഇനി ഇതിലേക്ക് തന്നെ മുട്ട പുഴുങ്ങിയെടുത്തത് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അടിപൊളി മുട്ട റോസ്റ്റും കിട്ടും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്